കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് സീ ഫീവർ എന്ന പോയത്തിനെ കുറിച്ചാണ്. ജോൺ മാക്സ്ഫീൽഡാണ് ഈ പോയ എഴുതിയിരിക്കുന്നത്. സീ ഫീവർ എന്ന ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സീ ഫീവർ വേർഡ് മീനിങ് നോക്കുമ്പോൾ കടൽ പനി എന്നതാണ്. പക്ഷേ കടലിനോടുള്ള അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള അഗാധമായ സ്നേഹവും അതുപോലെ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ജീവിതവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് പോയറ്റ് പറയുന്നത്. സാഹസികത എത്ര നിറഞ്ഞതാണെങ്കിലും ഫ്രീഡം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ നമുക്ക് പോയം നോക്കാം. I must go down to the seas again, to the lonely sea and the sky, and all I ask is a tall ship and a star to steer her by, and the wheels kick and the wind song and the white sails shaking, and a grey mist on the sea's face. I must go down to the seas again. എനിക്ക് വീണ്ടും കടലിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അതായത് സ്പീക്കർ ഇവിടെ ഒരു സൈലർ ആയിരിക്കാം, അതുകൊണ്ട് തന്നെ വീണ്ടും എന്നുപയോഗിച്ചിരിക്കുന്നു. ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ, ഏകാന്തമായ വിജനമായ കടലിലേക്ക്, ആകാശത്താൽ ചുറ്റപ്പെട്ട ഏകാന്തമായ കടലിലേക്ക് എനിക്ക് ഇനിയും പോകണം. ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ ടാൾ ഷിപ്പ് ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെയർ ബൈ. എനിക്ക് വേണ്ടത് ഒരു വലിയ കപ്പലാണ്. ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെയർ ബൈ, കപ്പലിനെ നയിക്കാൻ ഒരു സ്റ്റാർ വേണം. പണ്ട് കാലത്തൊക്കെ ഈ നക്ഷത്രങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കിയാണ് ദിക്കും ദിശയും നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കപ്പൽ ഓടിച്ചു പോകണമെങ്കിൽ എനിക്ക് കപ്പലിനെ ഗൈഡ് ചെയ്യാൻ ഒരു സ്റ്റാർ ആവശ്യമാണ്. ആ ഒരു വലിയ കപ്പലും ഒരു സ്റ്റാറും എനിക്ക് വേണം. ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ് ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്. പിന്നീട് സ്പീക്കർ ആഗ്രഹിക്കുന്നത് വീൽസ് കിക്ക്, ആ ഒരു കപ്പൽ ഞാൻ ഓടിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ആ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു ഇളക്കം അതെനിക്കറിയണം. ആൻഡ് ദ വിൻഡ് സോങ്, ശക്തമായ കാറ്റിൻ്റെ സംഗീതവും. ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, കപ്പൽ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ ഒരു പായയുടെ ആ ഒരു ഷീറ്റ് ഉണ്ടാകുമല്ലോ, ആ ഒരു ഷീറ്റിൻ്റെ ഇളക്കവും എനിക്ക് അറിയണം. ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്, കടൽ മുഖത്ത് ചാരനിറത്തിലുള്ള മഞ്ഞ് മൂടിയതായിട്ടും എനിക്ക് കാണണം. ആൻഡ് എ ഗ്രേ ഡൗൺ ബ്രേക്കിംഗ്, ചാരനിറത്തിലുള്ള പുലരിയും എനിക്ക് കാണണം. പ്രഭാതം പൊട്ടിവിടരുന്നത് എനിക്ക് കാണണം. അങ്ങനെ ശക്തമായ കാറ്റും ഏകാന്തമായ കടൽ യാത്രയും, തനിച്ചുള്ള കപ്പൽ ഓടിക്കുന്നത് തനിച്ചാണ് അല്ലേ. ആ ഒരു തനിച്ചുള്ള കപ്പൽ യാത്രയും ഏർലി മോർണിംഗിലുള്ള ഈ ഒരു കപ്പൽ യാത്ര, സാഹസികമായ ഒരു മനസ്സിനെയാണ് നമ്മൾ ഇതിലൂടെ കാണേണ്ടത്. ഇവിടെ സീസ് ഫേസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. സീസ് ഫേസ്, കടലിൻ്റെ മുഖം. കടലിന് മുഖമുണ്ടോ? ഇല്ല. പക്ഷെ ഒരു വ്യക്തിയെ പോലെയാണ് കടലിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയും. അതായത് മനുഷ്യൻ്റെ ഗുണങ്ങൾ ജീവനില്ലാത്ത വസ്തുവിൻ്റെ മേൽ സങ്കല്പിക്കുന്നതാണ് പേഴ്സണിഫിക്കേഷൻ. ഫസ്റ്റ് ലൈനിലെ റൈമിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ സ്കൈ ബൈ, നമ്മളതിന് എ എന്ന് കൊടുക്കാം. ഷേക്കിംഗ് ബ്രേക്കിംഗ് ബി എന്ന് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റാൻസ റൈമിംഗ് സ്കീം എ ബി ബി. സെക്കൻഡ് സ്റ്റാൻസ എക്സ്പ്ലനേഷൻ നോക്കാം. I must go down to the seas again, for the call of the running tide is a wild call and a clear call that may not be denied. And all I ask is a windy day with the white clouds flying and the flung spray and the blown spume and the seagulls crying. I must go down to the seas again. വീണ്ടും എനിക്ക് കടലിലേക്ക് പോകണം. ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്, വേലിയേറ്റത്തിൻ്റെ വിളി. ഈസ് എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ, ശക്തമായ ആ ഒരു വിളി, ഒരു വ്യക്തവും ശക്തവുമായ ആ ഒരു വിളി. ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്, എനിക്ക് നിരസിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു ശക്തമായ വേലിയേറ്റത്തിൻ്റെ വിളി എനിക്ക് കടലിലേക്ക് തിരിച്ചു പോകാൻ എന്നെ ആഗ്രഹിപ്പിക്കുന്നു. ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ വൈൻഡി ഡേ വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്. ഇനി എൻ്റെ ആഗ്രഹം ഒരു വിൻഡി ഡേ ആണ്, ഒരു കാറ്റുള്ള ശക്തമായ കാറ്റുള്ള ഒരു ദിവസമാണ്. വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്, വെളുത്ത മേഘങ്ങൾ കാറ്റിൻ്റെ ശക്തി കൊണ്ട് വേഗത്തിൽ നീങ്ങുന്നു. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലൗൺ സ്പ്യൂം. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ, കാറ്റടിക്കുമ്പോൾ കടൽ ജലം ശരീരത്തിലേക്ക് ഇങ്ങനെ തെറിച്ചു വീഴുന്ന ആ ഒരു വെള്ളത്തുള്ളികൾ തെറിച്ചു വീഴുന്നതും എനിക്ക് അറിയണം. ആൻഡ് ദ ബ്ലൗൺ സ്പ്യൂം, ആ ഒരു തിരമാലകളുടെ നുരയും പതയും അതും എനിക്ക് അറിയണം. ആൻഡ് ദ സീഗൾസ് ക്രൈങ്, കടൽ കാക്കകൾ കരയുന്നതും എനിക്ക് കേൾക്കണം. സെക്കൻഡ് സ്റ്റാൻസയിലെ റൈമിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ ടൈഡ് ഡിനൈഡ്,
ഫ്ലൈയിങ് ക്രൈയിങ്. അതിൽ ടൈഡ് ഡിനൈഡ് നമുക്ക് എ എന്ന് കൊടുക്കാം. ഫ്ലൈയിങ് ക്രൈയിങ് എന്നതിന് ബി എന്നും കൊടുക്കാം. ഫസ്റ്റ് സ്റ്റാൻസ റൈമിംഗ് സ്കീം പോലെ തന്നെയാണ് സെക്കൻഡ് സ്റ്റാൻസ റൈമിംഗ് സ്കീമും. തേർഡ് സ്റ്റാൻസ എക്സ്പ്ലനേഷൻ നോക്കാം. I must go down to the seas again, to the vagrant gypsy life, to the girl's way and the whale's way, where the wind's like a whetted knife. And all I ask is a merry yarn from a laughing fellow rover, and quiet sleep and a sweet dream when the long trek is over. I must go down to the seas again. എനിക്ക് വീണ്ടും കടലിലേക്ക് തന്നെ പോകണം. വീണ്ടും പറയാണ്, എനിക്ക് വീണ്ടും കടലിലേക്ക് തന്നെ പോകണം. ടു ദ വാഗ്രൻറ്റ് ജിപ്സി ലൈഫ്. വാഗ്രൻറ്റ് എന്ന് വെച്ചാൽ അലഞ്ഞു തിരിയുന്ന, വാണ്ടറിങ് ആയിട്ടുള്ള അലഞ്ഞു തിരിയുന്ന ജിപ്സി ലൈഫ്, നാടോടി ജീവിതം. ജിപ്സി ലൈഫ്, നാടോടികളുടെ ജീവിതം എന്ന് വെച്ചാൽ ആ ഒരു സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടുള്ള, ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലാത്ത, ഒന്നും കെയർ ചെയ്യേണ്ടാത്ത ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ആ ഒരു ജീവിതത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ടു ദ ഗേൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ. ടു ദ ഗേൾസ് വേ ഏതൊക്കെ വഴികളിലൂടെയാണ്? കടൽ കാക്കകളുടെ വഴികളിലൂടെ, അതുപോലെ ആൻഡ് ദ വെയിൽസ് വേ കടൽ തിമിംഗലങ്ങളുടെ വഴികളിലൂടെ, അതിൽ കൂടെയാണ് എനിക്ക് പോകേണ്ടത്. വേർ ദ വിൻഡ് ഈസ് ലൈക്ക് വെറ്റഡ് നൈഫ്. അവിടെയുള്ള കാറ്റ് മൂർച്ച കൂട്ടിയ കത്തി പോലെ സ്ട്രോങ് ആണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാറ്റുള്ള ആ ഒരു സ്ഥലത്ത് കൂടിയാണ് എനിക്ക് പോകേണ്ടത്. ഇത്രയും സാഹസികമായ ഒരു യാത്രയാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഫ്രീഡമാണ് ഏറ്റവും മെയിനായിട്ട് ഈ പോയത്തിൽ പറയുന്നത്. ഫ്രീഡമാണ്, ആ ഒരു സ്വാതന്ത്ര്യത്തോടെയുള്ള ഫ്രീ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ലാത്ത ജിപ്സി ലൈഫാണ് എനിക്ക് വേണ്ടത്. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൺ ഫ്രം എ ലാഫിംഗ് ഫെല്ലോ റോവർ. മെരി എന്ന് വെച്ചാൽ പ്രസന്നമായ, ചിയർഫുള്ളായ. യാൺ സ്റ്റോറി, പ്രസന്നമായ ചിയർഫുള്ളായ സ്റ്റോറി, കഥകൾ കേൾക്കണം. ഫ്രം എ ലാഫിംഗ് ഫെല്ലോ റോവർ, എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഈ സാഹസിക യാത്രയിൽ എൻ്റെ കൂടെ വരുന്ന യാത്രികനിൽ നിന്ന് ഒരു ചിരിപ്പിക്കുന്ന രസകരമായ കഥകൾ, നല്ല നല്ല അനുഭവ കഥകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ക്വിറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിക്ക് ഈസ് ഓവർ. ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൽ കൂടെയുള്ള ഈ ഒരു യാത്രയാണ്. ഈ നീണ്ട ഒരു യാത്ര കഴിയുമ്പോഴേക്ക് വെൻ ദ ലോങ് ട്രിക്ക് ഈസ് ഓവർ, ഈ ഒരു നീണ്ട യാത്ര കഴിയുമ്പോഴേക്ക് ക്വയറ്റ് സ്ലീപ്പ്, ശാന്തമായ ഉറക്കവും ആൻഡ് എ സ്വീറ്റ് ഡ്രീം, മധുരമായ സ്വപ്നവും ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പോയം അവസാനിക്കുന്നത്.